ഇന്ത്യക്കെതിരെ തീരുവ യുദ്ധം കടുപ്പിച്ച ട്രംപ് ഇത്തവണ ഇരയാകുന്നത് നമ്മുടെ സ്വന്തം അരിയാണ്. അതെ, US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ അരിക്കുമേൽ കൂടുതൽ തീരുവ കൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് മോദിജിയുടെ ഉറ്റ സുഹൃത്ത്. ഇന്ത്യയിൽ നിന്നുമുള്ള അരിയെല്ലാം അമേരിക്കയിലേക്ക് തള്ളിവിടുമ്പോൾ അമേരിക്കൻ ഉത്പാദകർ ഭീഷണി നേരിടുന്നുവെന്നും ഇതിന് പരിഹാരമായി കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയേ മതിയാകൂ എന്നും ട്രംപ് വാശി പിടിക്കുന്നു. അമേരിക്കയിലെ റീറ്റെയിൽ അരി വിപണിയിലുള്ള ഏറ്റവും വലിയ 2 ബ്രാൻഡുകൾ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം US-ലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത് $337.10 മില്യൺ വിലമതിയുള്ള ബസുമതി അരിയാണ്. അതായത് ഇന്ത്യൻ ബസുമതി അരി വാങ്ങുന്ന ഏറ്റവും വലിയ 4ാമത്തെ വിപണിയാണ് അമേരിക്ക. ബസുമതി അല്ലാത്ത അരിയുടെ കണക്ക് $54.64 മില്യൺ ആണ്. ഇത് അമേരിക്കൻ കർഷകർക്ക് ഭീഷണിയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ പരിഹാരം കുറച്ച് കടന്നുപോയി. 10% മാത്രം ഉണ്ടായിരുന്ന തീരുവ ഒറ്റയടിക്കാണ് 50% റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് പിഴയായി നേരത്തെ 25% ഉണ്ടായിരുന്ന തീരുവ 50% അമേരിക്ക ഉയർത്തിയിരുന്നു. ഈ വർഷം ആദ്യം ചൈനയ്ക്കെതിരെ ഇതേ പയറ്റിയതാണ് അമേരിക്ക. ചൈനീസ് ഉത്പന്നങ്ങൾക്ക് 10% തീരുവ US ഏർപ്പെടുത്തിയപ്പോൾ അതേ നാണയത്തിൽ തന്നെ ചൈന തിരിച്ചടിച്ചു. കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15%, അസംസ്കൃത എണ്ണ, കാർഷിക യന്ത്രങ്ങൾ, ഉയർന്ന ശേഷിയുള്ള കാറുകൾ എന്നിവയ്ക്ക് 10% തീരുവയുമാണ് ചൈന ഏർപ്പെടുത്തിയത്. കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ച് ചൈന നേട്ടം കൊയ്തു. അമേരിക്ക ഇന്ത്യയുടെ മേൽ പിന്നെയും തീരുവ അടിച്ചേൽപ്പിച്ചിട്ടും അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ ഒരു നടപടി എടുക്കാനോ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നില്ല. ഇന്ത്യൻ വിപണിക്ക് കൈത്താങ്ങാകേണ്ട മോദി സർക്കാർ തന്നെ ട്രംപിന്റെ അടിച്ചേൽപ്പിക്കലുകൾക്ക് മുന്നിൽ തലകുനിക്കുമ്പോൾ കഷ്ടത്തിലാകുന്നത് ഇന്ത്യൻ കർഷകരും കയറ്റുമതി മേഖലയുമാണ്.